പട്ടിണിക്കെതിരെ 500 രൂപ കൊണ്ട് ഒരു യുദ്ധം. രൂപ കൊണ്ട് എന്ത് ചെയ്യാനാകുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഇത്തരം പല 500 രൂപകൾ ചേർത്ത് വെച്ച് ലോകത്തിൻ്റെ പട്ടിണി മാറ്റാനുള്ള കഠിന ശ്രമത്തിലാണ് ഫാദർ ജോർജ് കണ്ണന്താനം എന്ന ക്ലരീഷ്യൻ വൈദികൻ. നേത്രദാന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രൊജക്റ്റ് വിഷൻ സ്ഥാപക ഡയറക്ടറാണ് ഫാദർ കണ്ണന്താനം. അനേകം കുടുംബങ്ങൾക്ക് അന്നത്തിനുള്ള വഴിയടഞ്ഞ കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുതെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് മദേഴ്സ് മീൽ പദ്ധതിയുടെ തുടക്കം. പ്രൊജക്റ്റ് വിഷന്റെ ബംഗളൂരു ക്യാമ്പസിൽ 2020 ജൂലൈ 16 5 കിറ്റുകൾ നൽകിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഏറ്റവും അടുത്ത ചാക്രിക ലേഖനത്തിൽ ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്നുള്ള ആശയം അവതരിപ്പിക്കുന്നുണ്ട്. ഫ്രറ്റേലി ട്യൂറ്റി, നാമെല്ലാം സഹോദരന്മാരാണ്. നമ്മളെല്ലാവരും സഹോദരന്മാരാണെങ്കിൽ എൻ്റെ സഹോദരൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും അവന് ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും എൻ്റെ കൂടെ കർത്തവ്യമാണ്. ലോകത്തിൽ നിന്ന് 80 കോടി ആൾക്കാരിൽ പരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. പ്രായോഗികമായി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മദേഴ്സ് മീൽ എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചത്. മദേഴ്സ് മീൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കേവലം 3 മാസങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് നേപ്പാൾ, ഉഗാണ്ട, ചൈനയിലെ മക്കാവു എന്നിവിടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ദൈവകരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക. വെറും 5 പേർക്ക് കൊടുത്തുകൊണ്ട് ആരംഭിച്ചതാണ് മദേഴ്സ് മീല്. ഇന്ന് നമ്മൾ 3000-ഓളം ആൾക്കാരിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ മദേഴ്സ് മീൽ എത്തിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മളിന്ന് മദേഴ്സ് മീൽ നൽകുന്നുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ചൈനയിലുള്ള മക്കാവോയിൽ 50 പേർക്ക്, നേപ്പാളിൽ 150 പേർക്ക്, ഉഗാണ്ടയിൽ 100 പേർക്ക് നമ്മളിപ്പോൾ ഈ മദേഴ്സ് മീൽ എത്തിക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ 1400-ഓളം പാലിയേറ്റീവ് കെയർ പേഷ്യൻസ് ഉള്ള കുടുംബങ്ങളിലേക്ക് എല്ലാ മാസവും നമ്മൾ ഈ 500 രൂപയുടെ ഭക്ഷണത്തിൻ്റെ കിറ്റ് എത്തിക്കുന്നുണ്ട്. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും സൗത്ത് സുഡാനിൽ ആരംഭിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. നേപ്പാളിലെ കാഠ്മണ്ഡുവിലും ചിത്തവൻ ജില്ലയിലെ കുഷ്ഠരോഗികളുടെ ഒരു കോളനിയിലും പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്മസ് സമ്മാനമായി ക്രിസ്മസ് കാലത്ത് സൗത്ത് സുഡാനിൽ പദ്ധതി ആരംഭിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് കുറഞ്ഞത് 6 മാസത്തേക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നതാണ് ഈ പദ്ധതി. ഭക്ഷ്യക്കിറ്റുകൾ നൽകുക എന്നതിലുപരി ഭാവിയിൽ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ ദത്തെടുക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് മദേഴ്സ് മീലിനെ നയിക്കുന്നതെന്ന് ഫാദർ കണ്ണന്താനം പറയുന്നു. ഇന്ത്യയിൽ 500 രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യക്കിറ്റ് നൽകാനാകും. നേപ്പാളിൽ 1500-ഉം ഉഗാണ്ടയിൽ 2000 രൂപയും ആവശ്യമാണ്. പ്രാദേശിക സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. തമിഴ്നാട്ടിൽ അന്ധരായവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകുമ്പോൾ മുംബൈയിൽ HIV ബാധിതർക്കും, ഭുവനേശ്വറിൽ വേസ്റ്റ് ശേഖരിക്കുന്നവർക്കും, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ റെയിൽവേ സ്റ്റേഷനിലെ യാചകർക്കുമാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നത്. മക്കാവുയിൽ കുടിയേറ്റക്കാർക്കാണ് കിറ്റുകൾ നൽകുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളുടെയും സന്യാസ സമൂഹങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിൻ്റെ വിശപ്പകറ്റാനുള്ള ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനേകരുടെ നിസ്വാർത്ഥമായ സഹകരണമാണ്. ന്യായാധിപന്മാർ, ഭരണ നേതൃത്വത്തിലുള്ളവർ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള അനേകർ ചെറുതും വലുതുമായ തുകകൾ നൽകി പദ്ധതിയോട് പങ്കുചേരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഫാദർ കണ്ണന്താനം വൈദിക വിദ്യാർത്ഥിയായിരിക്കെ 1986 ആരംഭിച്ച ഹോപ്പ് സൊസൈറ്റി വഴിയാണ് മദേഴ്സ് മീൽസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇതിനായി mothersmeals.life എന്ന പേരിൽ ഒരു വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ ഉറവകൾ നിക്ഷേപിച്ച അമ്മയോടുള്ള മകൻ്റെ സ്നേഹപ്രണാമം കൂടിയാണ് മദേഴ്സ് മീൽ. ഇക്കഴിഞ്ഞ ജൂൺ 10 ഫാദർ കണ്ണന്താനത്തിൻ്റെ അമ്മ ബ്രിജിത്ത് നിത്യസമ്മാനത്തിനായി യാത്രയായത്.
എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ വിശന്നിരിക്കരുതെന്നാണ്. ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും ആ സ്വപ്നത്തിൽ നിന്നാണ് പദ്ധതിയുടെ ആരംഭമെന്ന് ഫാദർ ജോർജ് കണ്ണന്താനം പറയുന്നു. അപ്പോൾ എവിടെയൊക്കെ ഇന്ന് ദാരിദ്ര്യമുണ്ടോ, എവിടെയൊക്കെ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലയുന്നുണ്ടോ, അവരിലേക്കൊക്കെ ഈ മദേഴ്സ് മീൽ പരിപാടി എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം.